ഗൈസ്, ഇന്ത്യയുടെ ഏഷ്യ കപ്പ് എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ ക്യാമ്പയിൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഏഷ്യ കപ്പ് വിജയിച്ചു, ഒരു മത്സരം പോലും പരാജയപ്പെടാതെ 7 മത്സരങ്ങളും വിജയിച്ചിട്ടാണ് ഇന്ത്യ ആ ഒരു ടൂർണമെൻറ്റ് വിജയിക്കുന്നത്. അപ്പം നമ്മൾ മത്സരങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് മാച്ച് റിവ്യൂ ഒക്കെ കണക്കൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു ടൂർണമെൻറ്റിലുടനീളമുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, സ്ട്രെങ്ത് എന്തൊക്കെയാണ്, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് വീക്ക്നെസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫീൽഡിങ് തന്നെയാണ്. വളരെ മോശം ഫീൽഡിംഗ് ആണ്. അതിൻ്റെ പേരിൽ ഒരുപാട് റൺസ് നഷ്ടമായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വിക്കറ്റുകൾ നഷ്ടമാകുന്നത്, കാരണം ഒരുപാട് ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഫീൽഡിംഗ് കോച്ചിനൊക്കെ ഒരുപാട് പഴി കേൾക്കേണ്ട സാഹചര്യം വന്നിരുന്നു. എന്നാൽ മറു സൈഡിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് ഫീൽഡിങ്ങിനേക്കാൾ ഒരു ബാറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പം പ്രാക്ടീസ് സെഷൻസിലൊക്കെ കൂടുതൽ പ്രിഫറൻസസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മിസ്റ്റേക്സുകളൊക്കെ വരുന്നത്. എന്താണെങ്കിലും ഇത് വലിയൊരു മിസ്റ്റേക്സ് തന്നെയാണ്. പക്ഷേ അതിന് വില കൊടുക്കേണ്ടി വന്നില്ല, കാരണം മത്സരങ്ങളും തോക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സ്റ്റിൽ അതൊരു വലിയ വീക്ക്നെസ് ആയിട്ടും കൺസേൺ ആയിട്ടും നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഏഷ്യ കപ്പ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടൂർണമെൻ്റ് ആയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇനി ബിഗ് ടൂർണമെൻറ്റ്സ്, ഇപ്പോൾ വേൾഡ് കപ്പ് പോലെയുള്ള ടൂർണമെൻറ്റ്സ് ഒക്കെ തുടങ്ങാൻ മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം ടോപ്പ് ഓർഡറിലെ വൾണറബിലിറ്റിയാണ്. ഇപ്പോൾ അഭിഷേക് ശർമ്മ ഒരു സൈഡിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നതൊക്കെ താരമായിട്ട് മാറിയെങ്കിൽ മറ്റ് 2 താരങ്ങളുടെ പ്രകടനങ്ങൾ വളരെ മോശമായിരുന്നു എന്ന് പറയേണ്ടി വരും. 1-2 നല്ല ഇന്നിങ്സുകൾ ഉണ്ടായിരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്കൈയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഇന്നിങ്സ് എന്ന് പറയാം. ബാക്കി ഇന്നിങ്സുകളൊന്നും അത്ര മികച്ചതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമാണ് എന്നുള്ളതാണ്. ഇപ്പം വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഗില്ലിൻ്റെ 7 ഇന്നിങ്സിൽ നിന്ന് 127 റൺസ്, 21 ആവറേജ്, സ്ട്രൈക്ക് റേറ്റ് 151 എന്നുള്ളതാണ്. സ്ട്രൈക്ക് റേറ്റ് മികച്ച് നിൽക്കുന്നു, പക്ഷേ റൺസ് ആണെങ്കിലും ആവറേജ് ആണെങ്കിലും ഒന്നും മികച്ചതല്ല എന്നുള്ളതാണ്. ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 5 മത്സരങ്ങളിൽ നിന്ന് 71 റൺസ് മാത്രമാണ്. അതിൽ പാകിസ്ഥാനെതിരെ നേടിയിട്ടുള്ള 41 റൺസാണ് ഇത്രയെങ്കിലും റൺസ് എത്തിക്കാൻ സാധിച്ചത്. ആ ഒരു ഇന്നിങ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആവറേജ് 23.66, സ്ട്രൈക്ക് റേറ്റ് 107. വളരെ മോശം ഒരു പെർഫോമൻസ് ആണ് സൂര്യകുമാർ ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. അപ്പം ടോപ്പ് ഓർഡറിലെ ഈ ഒരു പ്രശ്നം, കാരണം അഭിഷേക് വന്ന് ബിഗ് ഹിറ്റിന് ശ്രമിക്കുന്നു, അദ്ദേഹം ഔട്ടായി പോകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ടോപ്പ് ഓർഡറിലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നൊരു വലിയ ഒരു കാര്യമാണ്. പിന്നെ മിഡിൽ ഓർഡേഴ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം തിലക് വർമ്മ സാധാരണഗതിയിൽ 1 ഡൗൺ ആയിട്ടൊക്കെ കളിക്കുന്ന പ്ലെയറാണ്. ഇപ്പം 2 ഡൗണിലും 3 ഡൗണിലും കളിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. സഞ്ജു സാംസൻ്റെ അവസ്ഥ ഓപ്പണറായിട്ട് കളിക്കേണ്ട ഒരു താരം ഗില്ല് വന്നൊരു അവസരത്തിലാണ് ഈ പറഞ്ഞ 3rd ഡൗണും അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലേക്കൊക്കെ പോയി ഒരു മത്സരത്തിൽ 7-ാമനോ 8-ാമനോ ഒക്കെ ആയിട്ട് വരേണ്ട സാഹചര്യം പോലും ഒക്കെ ഇരുന്ന് ബെഞ്ചിൽ നിൽക്കേണ്ട അവസരമാണ്. അപ്പം ഇതിൽ ഗില്ല് ഈ ഒരു ടീമിലേക്ക് ഇടം പിടിക്കുന്നതാണ് ഒരു പ്രശ്നമായിട്ട് വന്നത്. ഈ ഓർഡർ തന്നെ മൊത്തത്തിൽ തെറ്റിപ്പോകുന്ന ഒരു അവസരത്തിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇത് മറ്റ് താരങ്ങളുടെ ഓർഡറിലും അവരുടെ കൺസിസ്റ്റൻസിയിലൊക്കെ ബാധിക്കുന്നൊരു ഫാക്ടറായിട്ട് മാറും. എങ്കിൽ കൂടി നിർണായക മാച്ചിൽ, ഇപ്പം ഫൈനൽ മാച്ചിലൊക്കെ തിലക് വർമ്മയുടെയും സഞ്ജു സാംസൻ്റെയൊക്കെ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് മാറിയത്. ഇനി പോസിറ്റീവ്സിലേക്ക് വരുന്ന സമയത്ത് സ്കൈ ആസ് എ പ്ലെയർ എന്ന നിലയിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു സക്സസ് തന്നെയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതിൽ ആർക്കും കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളൊരു ടൂർണമെൻറ്റാണ്. ഈ ചില പരീക്ഷണങ്ങൾ ഇത്ര നടത്തണമെന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അതെന്തുകൊണ്ട് നടത്തി, അത് സക്സസ് ആക്കി കാണിച്ചിട്ടാണ് അദ്ദേഹം നമുക്കൊരു മറുപടി തന്നത് എന്നുള്ളതാണ്. അതിൽ പല പരീക്ഷണങ്ങളും, ഇപ്പോൾ ഒമാൻ മാച്ചിലും ബംഗ്ലാദേശ് മാച്ചിലാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് മാച്ചിലൊക്കെ പരീക്ഷണം നടത്തണമെന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതാ ഞാൻ പറഞ്ഞു, അതൊക്കെ ഒരു സക്സസ് ആയിട്ട് വന്നു. ഇപ്പം ഹർദിക് പാണ്ഡ്യയാണ് ഓപ്പണിംഗ് സ്പെല്ലൊക്കെ എറിയിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുപോലെ സ്പിന്നേഴ്സിന് അനുകൂലമായിട്ടുള്ള പിച്ചായിട്ട് 3 സ്പിന്നേഴ്സിനെ കളിപ്പിക്കുന്നൊരു രീതി. അപ്പം ബുംറ മാത്രമാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ബോളറായിട്ട് ടീമിലുള്ളത്. ഇപ്പം പാണ്ഡ്യയുടെ അഭാവത്തിൽ ഫൈനൽ മാച്ചിൽ ശിവൻ ദൂബെയാണ് ഓപ്പണിംഗ് സ്പെല്ലൊക്കെ എറിഞ്ഞത്. അദ്ദേഹം റെഗുലറായിട്ട് ബോൾ ചെയ്യുന്നൊരു ബോളർ പോലും അല്ല. എന്നിട്ട് കൂടി അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഓപ്പണിംഗ് ഓവേഴ്സൊക്കെ എറിയാനൊക്കെ സാധിച്ചു എന്ന് പറയുന്നത് ക്യാപ്റ്റൻ്റെ ഡിസിഷൻസ് ശരിവെക്കുന്നു എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടീമിൻ്റെ ഹോൾ മെൻറ്റാലിറ്റി അത് വളരെ മികച്ചതായിരുന്നു എന്നുള്ളതാണ്. പോരായ്മകൾ പലതുണ്ടെങ്കിലും ഈ ഒരു മെൻറ്റാലിറ്റിയാണ് മുന്നോട്ട് നയിച്ചത്. കാരണം പോരായ്മകളിൽ തളർന്ന് താഴോട്ട് പോകുന്ന ടീമുകളുടെ പ്രകടനങ്ങൾ, ഇപ്പം പാകിസ്ഥാനൊക്കെ അടക്കമുള്ള ടീമുകളുടെ കാര്യത്തിൽ നമുക്ക് പറയാം. പക്ഷേ ആ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവിടെ സ്ട്രെങ്ത് ചെയ്യുന്നൊരു ഫാക്ടർ അത് ടീമിൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ്.
അത് എടുത്തു പറയേണ്ടതാണ്. ടഫ് സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒരു ഹീറോസ് ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. പിന്നെ മറ്റൊരു പ്രധാന പോസിറ്റീവാണ് അഭിഷേക് ശർമ്മ എന്ന് പറയുന്നിട്ടുള്ള താരത്തിൻ്റെ പ്രകടനം. ടൂർണമെൻറ്റിലുടനീളം മികച്ച പ്രകടനം നടത്തി. ഫൈനലിൽ മാത്രമാണ് അദ്ദേഹത്തിന് നിന്ന് പാളിപ്പോയത്. ബാക്കി എല്ലാ മാച്ചിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ഇമ്പ്രസീവാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 314 റൺസാണ്. അദ്ദേഹത്തിൻ്റെ ആവറേജ് 44.86 അതുപോലെ സ്ട്രൈക്ക് റേറ്റ് 200 എന്നുള്ളതാണ്. ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയുള്ള താരമാണ്. ഇത്രയും സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരമാണ്. ഈ പെർഫോമൻസ് മാവലസ്. അതല്ലാണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ അത് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്തെങ്കിലും ഓൾ ഫോർമാറ്റ് പ്ലെയറായിട്ടൊക്കെ വരാനുള്ള സാധ്യതകൾ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും പെട്ടെന്ന് ചിലപ്പോൾ ഒരു ODI കോളപ്പൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് പഴയ സേവാഗിൻ്റെയൊക്കെ ഓർമ്മകൾ തരുന്ന തരത്തിലേക്കുള്ള ഒരു ബാറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അഭിഷേകിനെ പോലെ തന്നെ തിലക് വർമ്മയുടെ കാര്യം നമുക്ക് ഒരിക്കലും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. 1 ഡൗണിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ 2 ഡൗൺ ആയിട്ടോ അതിൻ്റെ താഴോട്ടോ കളിക്കേണ്ട അവസരത്തിൽ പോലും അദ്ദേഹത്തിന് അവസരത്തിനൊത്ത് ഉയരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം 6 ഇന്നിങ്സിൽ നിന്ന് 213 റൺസും 71 അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. സ്ട്രൈക്ക് റേറ്റ് 131 ഉണ്ട്. അതും നിർണായക മാച്ചസിൽ, പ്രഷർ മാച്ചസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഫൈനലിലും അത് കണ്ടതാണ്. അതും 22 വയസ്സൊക്കെ മാത്രമുള്ള ഒരു താരമാണ് എന്നുള്ളത് ആലോചിക്കണം. ആ ഒരു പ്രായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹൈ ലെവൽ കോൺഫിഡൻസോട് കൂടിയുള്ള ഒരു പ്രകടനം. അത് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. അതുപോലെ സ്പിൻ പെർഫോമൻസസ് ആണ്. UAE സ്പിൻ പിച്ച് ആണ്, അതിനനുകൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പിന്നേഴ്സിന് ഇപ്പം അക്ഷർ പട്ടേലിനും വരുൺ ചക്രവർത്തിക്കും കുൽദീപിനും ഒന്നിച്ച് കളിക്കാനുള്ള ഒരു ലക്ഷറി കിട്ടിയത്. അത് അവർ മാക്സിമം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. ഇനി സ്പെഷ്യൽ മെൻഷൻസ് ആയിട്ട് പറയേണ്ടത് ഒന്ന് ശിവൻ ദൂബെയാണ്. ശിവൻ ദൂബെയുടെ പെർഫോമൻസ് ഇപ്പം ബോളിംഗ് കൊണ്ടാണെങ്കിലും അദ്ദേഹം പലപ്പോഴും ഇമ്പ്രസ് ചെയ്യിച്ചു. ഫൈനലിലെ പ്രകടനം, ബാറ്റിംഗ് കൊണ്ടൊക്കെയുള്ള പ്രകടനം എല്ലാം ഇമ്പ്രസീവ് ആയിരുന്നു. അതുപോലെ സഞ്ജു സാംസൺ ആണെങ്കിലും അദ്ദേഹം ടോപ്പ് 3 വരുന്നുണ്ട് ഇന്ത്യൻ മോസ്റ്റ് റൺസ് എടുത്തിട്ടുള്ള താരങ്ങളുടെ കാര്യത്തിൽ. ടോപ്പ് 10 ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം എല്ലാ ടീമുകളുടെയൊക്കെ കണക്കുകളൊക്കെ നോക്കുന്ന സമയത്ത്. അതും അദ്ദേഹത്തിന് ഇന്നിങ്സുകൾ കുറവാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പം 4 ഇന്നിങ്സിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 4 ഇന്നിങ്സിൽ നിന്നാണ് അദ്ദേഹത്തിന് 132 റൺസും 33 ആവറേജും 124 സ്ട്രൈക്ക് റേറ്റും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഗില്ലിനേക്കാളിലൊക്കെ കുറഞ്ഞ ഇന്നിങ്സുകൾ, 3 ഇന്നിങ്സുകൾ കുറച്ച് കളിച്ചിട്ടാണ് അദ്ദേഹത്തിന് അതിനേക്കാൾ കൂടുതൽ റൺസ് മിഡിൽ ഓർഡറിൽ വന്നിട്ടൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചത് എന്ന് പറയുന്ന ഫാക്ടറാണ്. അതും ഫൈനലിലേക്ക് അദ്ദേഹത്തിൻ്റെ റൺസ് ക്രൂഷ്യലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രൂഷ്യൽ ഇന്നിങ്സുകൾ നമുക്ക് ഈ ടൂർണമെൻറ്റിൽ 1-2 ഇന്നിങ്സുകളും കാണാൻ സാധിച്ചു എന്ന് പറയുന്നതും ഒരു സ്പെഷ്യൽ മെൻഷനായിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഏഷ്യ കപ്പിൻ്റെ ടൂർണമെൻറ്റ് കഴിയുന്ന സമയത്ത് ഓവറോൾ ചില കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സനിയോ.